ഇന്ന് കാസർഗോട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. നിങ്ങൾക്കറിയാം, ഈ ഹാള് കണ്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സ് വായിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ട്. നിങ്ങളെല്ലാം ആനന്ദസാഗരത്തിൽ ആറാടി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ശ്രീ കെ കരുണാകരന് ശേഷം കേരളം കണ്ട അതിശക്തനായ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് നമ്മുടെ കേരളം ഒരു കാലത്ത് ലഹരി മാഫിയയുടെ ഹബ്ബായി മാറി. ഈ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചതിന് ശേഷം ഇന്ന് മയക്കുമരുന്ന് കച്ചവടക്കാരുടെ ഒരു പേടി സ്വപ്നമായി രമേശ് ചെന്നിത്തല മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്കൊരുപാട് അതിർത്തികളുണ്ട് ഈ ജില്ലയ്ക്ക്. തലപ്പാടി ഒരു അതിർത്തിയാണ്, ബായാർ ഒരു അതിർത്തിയാണ്, പെർള മറ്റൊരു അതിർത്തിയാണ്, പാണത്തൂർ കുടകിൽ നിന്ന് വരുന്നൊരു അതിർത്തിയുണ്ട്. ലോകത്ത് മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന 6 രാജ്യങ്ങളുണ്ട്. അതിൽ 3 രാജ്യങ്ങൾ ഗോൾഡൻ ക്രസന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് അഫ്ഗാനിസ്ഥാൻ, 2 പാകിസ്ഥാൻ, 3 ഇറാൻ. ഈ രാജ്യങ്ങൾ അത്യന്താധുനികമായ മയക്കുമരുന്നുകൾ നിർമ്മിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തിച്ച് ഈ രാജ്യത്ത് ലോകത്തെയും മുഴുവൻ ജനങ്ങളെ അടിമകളാക്കി മാറ്റി മയക്കുമരുന്നിൽ നിന്ന് കിട്ടുന്ന പണം, ആയുധങ്ങൾ വാരിക്കൂട്ടി ലോകത്ത് ഓരോ രാഷ്ട്രങ്ങളിലും ആഭ്യന്തര കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗോൾഡൻ ക്രസന്റ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ. ഇനി 3 രാജ്യങ്ങൾ കൂടിയുണ്ട്. ആ രാജ്യങ്ങളെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് പഴയ ബർമ്മ, മ്യാൻമർ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം, 2 കംബോഡിയ, 3-ാമത്തെ രാജ്യം വിയറ്റ്നാം. ഈ 6 രാജ്യങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് ആകാശമാർഗം, കടൽ മാർഗം, കരമാർഗം നമ്മുടെ രാജ്യത്തേക്കും സംസ്ഥാനത്തേക്കും വരുന്ന മയക്കുമരുന്നിൻ്റെ വരവ് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ്റെ 4 വരി കവിതയുണ്ട്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ സാധ്യം ആകണമെങ്കിൽ, ഇവിടെ ജീവിക്കണമെങ്കിൽ മയക്കുമരുന്നിൻ്റെ അടിവേര് അറുത്തു മാറ്റണം, ഉന്മൂലനം ചെയ്യണം. ഇന്ന് നമ്മളെടുത്ത പ്രതിജ്ഞ, ഈ കേരളത്തിൽ നിന്ന്, കാസർഗോട്ട് നിന്ന് മയക്കുമരുന്നിൻ്റെ വേരുകൾ അറുത്തു മുറിക്കും. ഞാൻ സ്വയം നശിക്കുന്നു, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്നു, എൻ്റെ സമൂഹത്തെ നശിപ്പിക്കുന്നു, അതുവഴി ഈ രാജ്യത്തിൻ്റെ ഭാവി നശിപ്പിക്കുന്നു. അതാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും മയക്കുമരുന്ന് വിൽക്കുന്നവരും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തെ കുടുംബങ്ങൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്നത് ഈ മയക്കുമരുന്നിലൂടെയാണ്. അച്ഛന് മകളെ തിരിച്ചറിയില്ല, അതുപോലെ തന്നെ മകന് മകളെ തിരിച്ചറിയില്ല, സഹോദരന് സഹോദരിയെ തിരിച്ചറിയില്ല. ഇന്ന് മയക്കുമരുന്നിൻ്റെ ഉറവിടം, ഇതിൻ്റെ വ്യാപാരം സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് വരും തലമുറ, ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയും നിശ്ചയിക്കേണ്ട വരും തലമുറ, അവരാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാർ, മതേതരത്വത്തിൻ്റെ കാവൽക്കാർ. അവരാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്തേണ്ടത്. ആ വരും തലമുറ ഇന്ന് മദ്യത്തിന് അടിമയായി കഴിഞ്ഞാൽ നമ്മുടെ നാട് നശിക്കും. അതുകൊണ്ട് ഭാരതം നിലനിൽക്കണമെങ്കിൽ, കേരളം നിലനിൽക്കണമെങ്കിൽ മയക്കുമരുന്നിനുള്ള പോരാട്ടം തുടരണം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ആരംഭിച്ചിരിക്കുന്ന ഈ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കാളിയാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് മദ്യമാഫിയക്കെതിരെ പോരാടാൻ സർവശക്തനായ തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.